കേരള സ്കൂൾ കൗമാര മാമാങ്കം സ്വർണക്കപ്പിന്റെ പിന്നിലെ കഥ. 2008 വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കലാമേള 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായി കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നു. 1957 ജനുവരി 26 സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ കലോത്സവം എറണാകുളം ഗേൾസ് ഹൈസ്കൂളിൽ നടത്തിയപ്പോൾ 3 ഇനങ്ങളിലായി മത്സരിച്ചത് 400 കുട്ടികളായിരുന്നു. അതിൽ 60 പെൺകുട്ടികൾ. ഇന്ന് 239 ഇനങ്ങളിലായി 14,000 കുട്ടികൾ മത്സരിക്കുന്നു. എന്നാൽ ഈ കലാമേളയുടെ ആകർഷണമായ സ്വർണക്കപ്പിനൊരു വ്യത്യസ്തമായ ചരിത്രമുണ്ട്. 1985 കൊച്ചിയിൽ രജത ജൂബിലി കലോത്സവം നടക്കുമ്പോൾ മത്സരങ്ങൾ കാണുവാൻ എത്തിയതായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അന്ന് അതേ സമയത്ത് തന്നെ നെഹ്റു ട്രോഫി സ്വർണക്കപ്പിനുള്ള ഫുട്ബോളും കൊച്ചിയിൽ നടക്കുന്നത്. അവിടെ സ്വർണക്കപ്പിന് വേണ്ടിയുള്ള കാൽപന്ത് ആവേശം മനസ്സിലാക്കിയ വൈലോപ്പള്ളിയുടെ മനസ്സിൽ കലയ്ക്ക് വേണ്ടിയും ഒരു സ്വർണ്ണ കിരീടം വേണം എന്ന ചിന്ത ഉദിച്ചു. ഇത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബുമായി വൈലോപ്പള്ളി പങ്കുവച്ചു. കവിയുടെ ആശയം മന്ത്രിക്കും ബോധിച്ചു. അടുത്ത കൊല്ലം പക്ഷേ ഈ ആശയം നടപ്പിലായില്ല. തുടർന്ന് വിദ്യാഭ്യാസ രംഗത്ത് വ്യാപകമായ ഒരു സംഭാവന പിരിവ് തന്നെ നടന്നു. കപ്പിന്റെ രൂപകൽപ്പന നടത്തിയത് ചിത്രകാരനായ ചിറയൻകീഴ് ശ്രീധരനാണ്. വിദ്യ, കല, നാദം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രീതിയിലായിരുന്നു സ്വർണ്ണ കിരീടത്തിന്റെ രൂപകൽപ്പന. ഈട്ടിയിൽ തീർത്ത പീഠത്തിനു മുകളിൽ ഗ്രന്ഥവും അതിനുമേൽ വളയിട്ട കയ്യിൽ വലംപിരി ശംഖും ചിത്രീകരിച്ചതാണ് കപ്പ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ആർട്ട് അധ്യാപകനായിരുന്ന ശ്രീകണ്ഠൻ നായരോട് 1986 കവി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് കപ്പ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് 117 പവന്റെ സ്വർണ്ണ കപ്പിന്റെ നിർമ്മാണം. പിന്നീട് സ്വർണ്ണ കപ്പ് കലോത്സവത്തിന്റെ പ്രതീകമായി. ആദ്യമായി ഏർപ്പെടുത്തിയ 1987 കോഴിക്കോട് കലോത്സവത്തിൽ തന്നെ വിവാദമുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബിന്റെ പേര് അതിൽ എഴുതിയതാണ് വിവാദമായത്. 1988 കൊല്ലത്തെത്തിയപ്പോൾ ഇത് മായ്ച്ചു കളഞ്ഞാണ് വിജയികൾക്ക് കപ്പ് സമ്മാനിച്ചത്. 17 തവണ ഈ കപ്പ് നേടിയ കോഴിക്കോടാണ് ഏറ്റവും തവണ സ്വർണ്ണ കിരീടം കൊണ്ടുപോയത്. അതിൽ തന്നെ 50ാം കലോത്സവത്തിന്റെ സമയത്ത് പിടിവലിയിൽ കപ്പ് ഒടിഞ്ഞതും കോഴിക്കോട് വെച്ച് തന്നെ. ഇപ്പോഴും ഒരു ജില്ലാ ടീമിന് കിരീടം ലഭിച്ചാൽ അത് ഒരു ദിവസം മാത്രമേ ആ ടീമിന് കൂടെ ഉണ്ടാകൂ. പിന്നീട് ജേതാക്കളായ ജില്ലയുടെ ട്രഷറിയിൽ അത് സൂക്ഷിക്കണം. കഴിഞ്ഞ വർഷത്തെ കിരീട പോരാട്ടത്തിൽ കോഴിക്കോടിനെ മലർത്തിയടിച്ച് കണ്ണൂർ കപ്പ് സ്വന്തമാക്കുകയായിരുന്നു. ഇത്തവണ കപ്പെടുക്കാൻ ഉശിരൻ പോരാട്ടമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു മുന്നേറുകയാണ് ഏഷ്യയുടെ കൗമാര കലാലോകം.